നോക്കൂ, നിങ്ങളൊരു ഫൈറ്റർ പൈലറ്റാണ്. ഒരു സംഘർഷമുണ്ടായാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. തീർച്ചയായും നാശനഷ്ടമുണ്ടാകും. നാശമുണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. ഹലോ, നിങ്ങൾ വിലപിടിപ്പുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതാരെയും സ്പർശിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹലോ, ഇല്ല. കൊള്ളേണ്ടടുത്ത് കൊള്ളണം. അപ്പോൾ പക്ഷേ നിങ്ങൾ പോരാടുന്നത് സ്വന്തം ആനന്ദത്തിന് വേണ്ടിയാണോ? അതോ ഇപ്പോൾ അത് ചില കാര്യങ്ങൾ കൊണ്ട് അനിവാര്യമായതുകൊണ്ടാണോ? സംഘർഷം തുടങ്ങിയത് നിങ്ങളല്ല. കാരണം മനുഷ്യ സമൂഹങ്ങൾ സങ്കീർണമായതുകൊണ്ട് ചിലപ്പോൾ സംഘർഷമുണ്ടാകുന്നു. പണ്ട് സംഘർഷങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ വടിയെടുത്ത് പരസ്പരം പോരടിക്കുമായിരുന്നു. പിന്നീട് ആ വടി ഗദകളായി മാറി. പിന്നീട് ആ ഗദകൾ വാളുകളായി മാറി. പിന്നീടത് അമ്പുമില്ലുമായി. അമ്പുമില്ലുകളും തോക്കുകളായി മാറി. ഇപ്പോൾ അത് ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളുമായി. ഇപ്പോൾ ഡ്രോണുകളാണ്. നിങ്ങൾക്ക് പോകേണ്ടതില്ല. അതിനെ നിയന്ത്രിക്കണം. പക്ഷേ ചിലർക്കത് വീഡിയോ ഗെയിമാണ്. അത് സംഭവിക്കുന്നത് അവർ കാണുന്നില്ല. അപ്പോൾ മനുഷ്യർ പരസ്പരം ചെയ്യുന്ന ഭീകരമായ കാര്യങ്ങളാണ് അവ. എന്നാൽ നാം ഇപ്പോഴും മാനവ വംശമെന്ന നിലയിൽ എല്ലാവരും പരസ്പരം ആശ്ലേഷിച്ചും ഉൾക്കൊണ്ടും ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതുടനെ സാധിക്കുകയുമില്ല. അതൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മികച്ചൊരു ഫൈറ്റർ പൈലറ്റായി പരിശീലനം നേടാം. നിങ്ങളുടെ യുദ്ധവിമാനം ഏറ്റവും മികച്ച രീതിയിൽ സായുധവൽക്കരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം. കൂടാതെ രാഷ്ട്രീയ ശക്തികൾ സംഘർഷം സൃഷ്ടിക്കുകയില്ലെന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്നതല്ല കാര്യം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ പറക്കുമ്പോൾ പരമാവധി നാശം സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആണോ അല്ലയോ? എങ്ങനെയാണ് ഒരു ആത്മീയ ഗുരു ഇതുപോലെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു സംഘർഷം ഉണ്ടാവുകയും നിങ്ങൾ വിമാനം പറത്തി എതിരാളിക്ക് നാശമേൽപ്പിക്കാതെ തിരികെ വരികയും ചെയ്താൽ ഞാൻ വളരെ നിരാശനാകും. കാർമ്മിക ശുദ്ധിയോടെ തിരികെ വന്നാൽ ഞാൻ വളരെയേറെ നിരാശനാകും. അത് വളരെ മോശം കർമ്മമാണ്. രാജ്യത്തിൻ്റെ വിഭവങ്ങളെ പാഴാക്കി കളയുകയാണത്. അപ്പോൾ കർമ്മമെന്നാൽ പാരിതോഷികവും ശിക്ഷയും നൽകുന്ന സംവിധാനമല്ല. കർമ്മം ഇങ്ങനെയാണ്. നിങ്ങൾ ഇപ്പോഴുള്ളത്, നിങ്ങളിവിടെ ഒരു മനുഷ്യനായാണ് ഇരിക്കുന്നത്. ഇവിടെ മരങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പുഴുക്കളുണ്ട്, പ്രാണികളുണ്ട്, മൃഗങ്ങളുണ്ട്. അവരും ജീവനാണ്. പക്ഷേ അവയ്ക്ക് എന്തുകൊണ്ടാണ് ആ രൂപവും നിങ്ങൾക്ക് ഈ രൂപവും ഉള്ളത്? അതിന് കാരണം ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു നിശ്ചിത അളവിലുള്ള ഓർമ്മയാണ്. അതിനാൽ ഈ ജീവൻ ഈ രൂപമേ സ്വീകരിക്കൂ. ഇപ്പോൾ ഇത് ഓർമ്മയെന്നാൽ ആളുകൾ കരുതുന്നത് അവരുടെ തലയിൽ ഉള്ളതാണ് എന്ന്. നിങ്ങളുടെ മുത്തച്ഛൻ 10 തലമുറകൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൂക്കാണ് നിങ്ങളുടെ മുഖത്തുള്ളത്. ശരിയല്ലേ? ദശലക്ഷക്കണക്കിന് വർഷം മുമ്പുള്ള നിങ്ങളുടെ പൂർവികരുടെ ചർമ്മത്തിൻ്റെ നിറമാണ് നിങ്ങളുടെ ശരീരം ഇപ്പോഴും ഓർക്കുന്നത്. ഇതാണ് ഓർമ്മകൾ. പരിണാമത്തിൻ്റെ ഓർമ്മകൾ, ജനിതക ഓർമ്മകൾ. അങ്ങനെ നമ്മൾ ഓർമ്മകളെ 8 വ്യത്യസ്ത തലങ്ങളായി കാണുന്നു. ഈ ഓർമ്മകളെ നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഈ ഓർമ്മകളെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് കർമ്മം. നിങ്ങൾ ഇയാളെ നോക്കി പറഞ്ഞു, ഓ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, കർമ്മമാണ്. നിങ്ങൾ ഇയാളെ നോക്കി പറഞ്ഞു, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, കർമ്മം. ഇതിനെ നല്ലതും ചീത്തയുമായ കർമ്മമെന്ന് വിലയിരുത്തരുത്. നിങ്ങളുടെ സംവിധാനം അത് ഓർത്തിരിക്കുന്നു. അതായത് എനിക്ക് ഇയാളെ ഇഷ്ടമാണ് എന്ന ചിന്ത ഞാൻ സൃഷ്ടിച്ചാൽ 10 വർഷത്തിന് ശേഷം ഇയാളെ കാണുമ്പോൾ എൻ്റെ മുഖത്ത് ഒരു ചിരി വിടരും. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല എന്നൊരു ചിന്ത ഞാൻ സൃഷ്ടിച്ചാൽ 10 വർഷത്തിന് ശേഷം ഇയാളെ ഞാൻ കാണുമ്പോൾ അതേ കാര്യം തന്നെ അല്ലേ? ഇതാണ് കർമ്മം. നിങ്ങൾ നിരന്തരമായി നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും സംഭവിക്കുന്ന അബോധമായിട്ടാണ്. എന്നാൽ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുമുണ്ട്.
നിങ്ങൾ ബോധപൂർവം ചെയ്തതാണെങ്കിലും അബോധപൂർവം ചെയ്തതാണെങ്കിലും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുമിഞ്ഞുകൂടിയ ഈ ഓർമ്മകൾ, അതിനെയാണ് നമ്മൾ കർമ്മമെന്ന് വിളിക്കുന്നത്. ഏതുതരം ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളത് എന്നതിനെ അനുസരിച്ച് ജീവിതത്തിൽ നിങ്ങൾ ചില പ്രവണതകൾ രൂപപ്പെടുത്തുന്നു. നോക്കൂ, ഒരേ വീട്ടിൽ ജീവിക്കുന്ന ആളുകളെ നോക്കിയാൽ, ഉദാഹരണത്തിന് അവർ ഒരേ സാഹചര്യത്തിൽ തന്നെ കടന്നുപോയാലും ഞാനതിനെ ഇത് നല്ലതാണല്ലോ എന്ന് നോക്കിക്കണ്ടാൽ, ചിലർ അതേസമയം പറയും ഇത് എത്ര കഷ്ടമാണെന്ന്. ഒരേ കാര്യം, വിവിധ കർമ്മങ്ങൾ. അപ്പോൾ കർമ്മം ശിക്ഷയെയും പാരിതോഷികങ്ങളെയും സംബന്ധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ശേഖരിച്ചു കൂട്ടിയ കാര്യങ്ങളാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുമോ എന്നത് മാത്രമാണ് ചോദ്യം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഓർമ്മകൾ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിനർത്ഥം നിങ്ങളുടെ ഭൂതകാലം വർത്തമാനകാലത്തെ ഭരിക്കുന്നു എന്നാണ്. ഭൂതകാലം വർത്തമാനകാലത്തെ ഭരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഭാവിയില്ല. ജീവിതത്തിൽ ഭാവി എന്നൊന്നും ഉണ്ടാകില്ല. അസംബന്ധങ്ങളുടെ അതേ ആവർത്തനം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കാർമ്മിക ചക്രത്തിൻ്റെ പിടിയിലാണെങ്കിൽ പുനരഭിജനനം, പുനരഭിമരണം, അതേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾക്ക് അടിമയാണ്. നിങ്ങളുടെ ഓർമ്മകളാണ് എല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങളതിനെ ഇങ്ങനെ നോക്കിക്കാണണം. എന്നെ സംബന്ധിച്ച് എൻ്റെ സത്യസന്ധത ഉണ്ടാകുന്നത് എൻ്റെ ധാർമ്മികതയിൽ നിന്നല്ല. എനിക്ക് ധാർമ്മികതയില്ല. ഹലോ, ഞാൻ ക്യാമറയ്ക്ക് മുമ്പിലിരുന്നാണ് പറയുന്നത്. എനിക്കൊരു ധാർമ്മികതയുമില്ല. എൻ്റെ സത്യസന്ധതയ്ക്ക് അടിസ്ഥാനം എൻ്റെ മാനവികതയാണ്. എനിക്ക് ധാർമ്മികതയിൽ വിശ്വാസമില്ല. കാരണം ധാർമ്മികമായി ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭീകരമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. അല്ലേ? ധാർമ്മികമായി സ്വയം ശരിയെന്ന് കരുതുന്ന ആളുകൾ ലോകത്ത് ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവരാണ്. ശരിയല്ലേ? അപ്പോൾ എൻ്റെ സത്യസന്ധത എൻ്റെ മാനവികതയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇതിനുവേണ്ടി മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്തും, നിങ്ങൾ ചെയ്യുന്നത് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാണോ, അതോ നിങ്ങളുടെ സ്വന്തം ആനന്ദത്തിന് വേണ്ടിയാണോ? അത്രയേ ഉള്ളൂ. നിങ്ങളിത് മാത്രം പരിഹരിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളാണോ, അതോ നിങ്ങൾ വിമാനം പറത്തുന്നത് ആളുകളെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്താനാണോ? ഈ വേർതിരിവ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ചെയ്യുക. ആവശ്യമുള്ളത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യുക. എല്ലാവരുടെ ക്ഷേമത്തിന് ആവശ്യമുള്ളത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരു നല്ല കർമ്മമാണ്. കാരണം നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളിത് മനസ്സിലാക്കണം, കർമ്മത്തെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയല്ല, മറിച്ച് നിങ്ങളുടെ ഇച്ഛയാണ്, നിങ്ങളുടെ ഉദ്ദേശമാണ്. നിങ്ങളുടെ ഉദ്ദേശം രാജ്യത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി പോരാടുക എന്നതാണ്. മനുഷ്യരുടെ ഏറ്റവും വലിയ സംഘമാണ് രാഷ്ട്രം. തീർച്ചയായും മറുവശത്തും മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ ഭൂമിയിലാണ് ഉള്ളത്, നിങ്ങൾ മുകളിൽ സ്വർഗത്തിലല്ല. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ സേനകളിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള നമ്മളുടെ ഉദ്ദേശ്യം രാജ്യത്തിനു വേണ്ടിയാണ്. നിങ്ങൾ ബംഗാളിലായതുകൊണ്ട് നിങ്ങളുടെ സ്റ്റേഷൻ ബംഗാളിലാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് ബോംബിടുകയാണെങ്കിൽ അത് അംഗീകരിക്കാനാവില്ല. കാരണം ഈ സേനയെ സൃഷ്ടിക്കുന്നത് രാജ്യത്തിനു വേണ്ടിയാണ്. അതൊരടയാളമാണ്, ദൈവമുണ്ടാക്കിയ സേനയല്ല. ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് രാഷ്ട്രം. നാം എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നാം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് വിലപ്പെട്ടതാകുന്നത്. കാരണം നമ്മളാണത് അംഗീകരിച്ചത്, അല്ലേ? നാം ഇന്ത്യക്കാരാണെന്ന് നാം അംഗീകരിച്ചു. അപ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി നാം പല കാര്യങ്ങളും ചെയ്യുന്നു. ദൗർഭാഗ്യവശാൽ രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അപ്പോൾ സേനകൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. ദൗർഭാഗ്യവശാൽ ചില മനുഷ്യരെ നമുക്ക് നശിപ്പിക്കേണ്ടി വരുന്നു. ഇത് മനുഷ്യരാശിയെ സംബന്ധിച്ച് ഒരു ദുരന്തമാണ്. ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1918 ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചപ്പോൾ ആളുകൾ കരുതി ഇനിയൊരു യുദ്ധമുണ്ടാകില്ലെന്ന്. കാരണം നമുക്കിപ്പോൾ ഒരു സംവിധാനമുണ്ട്. ഏതെങ്കിലും സംഘർഷമുണ്ടായാൽ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന്. പക്ഷേ 35 വർഷങ്ങൾക്കുള്ളിൽ രണ്ടാം ലോക മഹായുദ്ധമുണ്ടായി. അത് ഒന്നാം ലോക മഹായുദ്ധത്തേക്കാൾ 25 മടങ്ങെങ്കിലും വിനാശകാരിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നാം കരുതി ഇനിയും യുദ്ധമുണ്ടാകില്ലെന്ന്. പക്ഷേ കണക്കുകളും വസ്തുതകളും പറയുന്നത്
രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും എവിടെയെങ്കിലും ഒരു യുദ്ധമില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എന്ന്. എവിടെയെങ്കിലും എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. തീവ്രത കൂടിയും കുറഞ്ഞും ഇരിക്കാം, പക്ഷേ സംഘടിതമായൊരു യുദ്ധം എപ്പോഴും നടക്കുന്നു. ക്രിമിനലുകൾ തമ്മിലുള്ള യുദ്ധമല്ല, സംഘടിത രാഷ്ട്രങ്ങളാണ് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 80 വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൗർഭാഗ്യവശാൽ മനുഷ്യരാശിയുടെ അവസ്ഥ ഇതാണ്. അതായിരിക്കരുത് നമ്മുടെ അവസ്ഥ, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് മാറുന്നതുവരെ നാം ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സേനയുടെ മുൻനിരയിലാണ് നിങ്ങൾ, പക്ഷെ ഞങ്ങളും സേനയുടെ ഭാഗമാണ്. ഞങ്ങൾ വിമാനം പറത്തുന്നില്ലായിരിക്കാം, ബോംബിടുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ ബോംബിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ആവശ്യമുള്ളപ്പോൾ. ശരിയല്ലേ? അപ്പോൾ ഞങ്ങളും ആ കർമ്മത്തിൻ്റെ ഭാഗമാണ്. ശരിയല്ലേ? ഞങ്ങളുടെ ഉദ്ദേശ്യവും അതുതന്നെയാണ്. കർമ്മ ഉദ്ദേശത്തിലാണ്, പ്രവൃത്തിയിലല്ല. ഒരറവുകാരൻ ഒരു മൃഗത്തെ അറക്കുന്നു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി. അത് അയാളുടെ കർമ്മമല്ല, അത് നിങ്ങളുടെ കർമ്മമാണ്. ശരിയല്ലേ? ഹലോ. അപ്പോൾ ഒരു പട്ടാളക്കാരൻ കൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയല്ല, എൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് എൻ്റെയും കർമ്മമാണ്, നിങ്ങളുടേത് മാത്രമല്ല. അതെൻ്റെയും ഉത്തരവാദിത്വമാണ്. വിഷമിക്കേണ്ടതില്ല.